ബി ഹോട്ടൽ ടാസ്ക് ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുകയാണ് ഏറ്റവും പരാജയമായിരുന്നത്, വൻ പരാജയമായിരുന്ന ബി ഹോട്ടൽ ടാസ്ക് അല്ലേ. ആദ്യമായിട്ടാണ് ബി ഹോട്ടൽ ടാസ്കിൽ വരുന്ന ഗസ്റ്റുകൾ കിച്ചണിനകത്ത് കയറി പണിയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ഇതുവരെ നടക്കാത്ത കുറേ സംഭവങ്ങൾ നടന്നു. വഴക്ക്, അടി, ഇടി, വാണിങ്, പിരിച്ചുവിടൽ, സമരം, എല്ലാ കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ശരിക്കുമുള്ള ഉത്തരവാദിത്തം ഇത് ആർക്കായിരുന്നു മെയിൻ? പിന്നെ ഇതിനകത്ത് കുറച്ച് തെറ്റുകൾ പലരുടെയും ഭാഗത്തുനിന്ന് വന്നിട്ടുമുണ്ട്. പവർ ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, ബാക്കി എല്ലാവരുടെയും ഉണ്ട്. ഏറ്റവും നന്നായിട്ട് ഇന്ന് പെർഫോം ചെയ്ത ആരൊക്കെയായിരുന്നു? പിന്നെ ഡയമണ്ട് അത് കിട്ടേണ്ടത് ആർക്കാണ്? ഡയമണ്ട് ഇപ്പോൾ എവിടെയാണ്? സാബു മോൻ്റെയും ശ്വേതയുടെയും ഗെയിം എങ്ങനെയുണ്ടായിരുന്നു നമുക്കെല്ലാം പറയാം. പിന്നെ അടുത്ത പവർ റൂമിലേക്ക് കയറിയിരിക്കുകയാണ് ജിൻഡോ, അർജുൻ, ശ്രീതു. അവരുടെ കൂടെ സേഫ് ആവാൻ പോകുന്നത് ആരൊക്കെയാണ്? ഇനി അത് കല്ല് കിട്ടുന്ന ആളാണോ? ആ കല്ല് കിട്ടുന്നത് ഇവർക്ക് തന്നെയാണോ? എല്ലാം ട്വിസ്റ്റുകൾ നടക്കാൻ പോവുകയാണ് നാളെ. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബി ഹോട്ടൽ ടാസ്ക് ബിഗ് ബോസ് തന്നെ ആദ്യമായിട്ട് അതിൻ്റെ ഓണേഴ്സായിട്ടുള്ള പവർ ടീമിനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളാണ് കാരണം, നിങ്ങൾ കാരണം ഇത് തകർന്ന് വൻ പരാജയമാണെന്ന്. സത്യം, ആദ്യമായിട്ടാണ് ഗസ്റ്റ് വന്നിട്ട് കിച്ചണിനകത്ത് നിന്നിട്ട് ടാസ്ക് നടക്കുമ്പോൾ ജോലി ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അത് ബി ഹോട്ടലിൽ ഗസ്റ്റിനെ പൊന്നുപോലെ കണ്ട് അവിടെ കൊണ്ട് ട്രീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഒരു സംഭവമാണ് ബി ഹോട്ടൽ. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ സീസൺ 6 ഗസ്റ്റ് ജോലി ചെയ്യുന്നത് കണ്ടു. അത് ഇത്ര നല്ല പൊന്നു പോലത്തെ തങ്കക്കുളം പോലത്തെ 2 ഗസ്റ്റുകളായിരുന്നു അല്ലേ. അവർ യാതൊരു ഭയങ്കരമായ പ്രൊവോക്കേഷനും ഇറിറ്റേഷനൊന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പക്ഷെ അവർ മാക്സിമം നല്ല രീതിയിൽ തന്നെ ശ്വേതയും സാബുമോനും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഓവറാക്കിയില്ല, അണ്ടർ പെർഫോമൻസ് അല്ല, നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷെ ഇവർക്ക് എന്ത് പറ്റി? ഇവിടെ പെർഫോം ചെയ്യാത്തത് ആരാണ്? ആദ്യത്തെ ഉത്തരവാദിത്തം ഒരുപാട് പേരുണ്ട്. അതിൽ ആദ്യത്തെ ഏറ്റവും കൂടുതലുള്ള ഉത്തരവാദിത്തം ഞാൻ പവർ ടീമിനെ തന്നെ ഞാൻ പറയും. ആദ്യം ഒരുപാട് പേരുണ്ട്, ഇപ്പോൾ ഒരുപാട് പേര് താഴെ പറയുന്നുണ്ട് അവർ ശരിയാണ്, പക്ഷേ മെയിൻ ഉത്തരവാദിത്തം പവർ ടീമിനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പവർ ടീമിന് പലരെയും പവർ ടീം ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ നിന്നത് ഓണേഴ്സായിട്ടല്ല നിന്നത്, ഇവർ പവർ ടീമായിട്ടാണ് ആ ഹോട്ടലിൽ നിന്നത്. അതേ ദേഷ്യം, അതേ ധാർഷ്ട്യം, അതേ ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി ഒരാൾ പോലും ഒരു ഓണറായിട്ട് ഹോട്ടൽ ഉടമയായിട്ട് ക്യാരക്ടർ മാറിയിട്ടില്ല. അവരെല്ലാവരും പവർ ടീം അംഗങ്ങളായിട്ടാണ് അവിടെ നിന്നത്. അവിടെ ഇവിടെ ഇങ്ങനെ പട്ടാള ചിട്ട പോലെ അങ്ങനെയാണ് അവർ നിന്ന് ഭയങ്കര സീരിയസ് ആയിട്ട്. HR ഉൾപ്പെടെ എന്തോ ഭയങ്കരമായിട്ട് അവരെ ശിക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് നിന്നത്. പിന്നെ ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. പവർ ടീമിന് ഒരു ഗൂഢ ഉദ്ദേശം എനിക്ക് തോന്നുന്നു, അതായത് നെസ്റ്റോട്ടാണല്ലോ ആവാൻ പാടില്ല ഇവരുടെ എതിരാളികൾ എന്നുള്ള ഒരു ഇത്. ഡെൻ ആയാലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ സിജോ ജാസ്മിൻ ടീമോ അല്ലെങ്കിൽ മറ്റേ ടീമോ ഒന്നും ആവരുത് എന്നുള്ള ഒരു കൂടെ അവരുടെ ഗെയിമിൻ്റെ ഭാഗം. അത് ഗെയിമാണ്, അവരുടെ ഗെയിമായിരുന്നു. അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, തിരിച്ച് ഇവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ടീമും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ, പക്ഷേ ഒരു ബി ഹോട്ടല് ഓണേഴ്സ് അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ ഉടമകൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. എല്ലാം വളരെ നല്ല രീതിയിൽ അവർക്ക് പെരുമാറാമായിരുന്നു. അവരുടെ ടീമിനെ ഒത്തുചേർന്ന് ഏത് ടണൽ ടീമിനെ ആണെങ്കിലും ഡെന്നിനെ ആണെങ്കിലും നെസ്റ്റിനാണെങ്കിലും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു അവർക്ക്. അവരെ ഒന്നും ഈ 3 ടീമുകാരെയും നല്ല കാര്യങ്ങളും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ രസകരമായി ആക്കാൻ ശ്രമിച്ചു, അതും നടന്നില്ല. അതും ഇഷ്ടമല്ലാതെ എല്ലാം വാതിലടച്ച് കളയും. അവർ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും അടച്ചു കളയാണ് ചെയ്യുന്നത് പവർ ടീം. പിന്നെ റോബോട്ടിനെയും അപ്സരയുടെ ടീമിനെയും ഇന്നെങ്കിലും അവരെ തിരിച്ചെടുക്കാമായിരുന്നു പണിക്ക്. എന്നിട്ട് അവരെയും കൂടെ ഈ ടീമിലേക്ക് കയറ്റി ഈ ചാലഞ്ച് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കായിരുന്നു. ഇപ്പം ജാസ്മിൻ അവിടെ പോയത് തെറ്റ് തന്നെയാണ്. അവരുടെ പുറത്തായ ആൾക്കാരുടെ കൂടെ ജാസ്മിൻ പുറത്തു പോയി, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ജാസ്മിൻ തിരിച്ചകത്ത് കയറി. അപ്പം അല്ലെങ്കിൽ ജാസ്മിനെ മാറ്റി വേറെ ഒരാളെ റോബോട്ടാക്കായിരുന്നു. പല രീതിയിൽ ബുദ്ധിപരമായിട്ട് എന്ത് വേണോ അവർക്ക് ചെയ്യാം. പക്ഷേ പവർ ടീം ഒന്നും ക്രിയേറ്റീവായിട്ട് ചെയ്തില്ല. എല്ലാം ഒരുമാതിരി ഡിസ്ട്രക്റ്റീവായിട്ട്. അവരെ തിരിച്ചെടുക്കൂല. ബിഗ് ബോസ് പറഞ്ഞിട്ട് ഒരു തിരിച്ചെടുക്കില്ലെന്ന് പറഞ്ഞു. തിരിച്ചെടുക്കൂല ഒരു വാശി പോലെ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കാരണമാണ് ഈ ടാസ്ക് ഒരു ഈഗോ ആണ് മുന്നിൽ. അത് കാരണം ഈ ടാസ്ക് താഴോട്ട് പോയത്. പിന്നെ അത് മാത്രമല്ല, ഗസ്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടേ ഇല്ല. ഇന്നലെ ആ ജാസ്മിൻ്റെ റസ്മിൻ്റെ ഇഷ്യൂക്കകത്ത് മെയിൻ സംഭവം ഈഗോ ആയിരുന്നു. ഗസ്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല. അവരെന്തോ നമ്മൾ പവർ ടീമാണ്, അതുകൊണ്ട് നമ്മളെ എല്ലാവരും അങ്ങനെയായി. പിന്നെ അത് മാത്രമല്ല, ഋഷിയുടെ കാര്യം പറയുന്നത്, ഋഷിയും അവിടെ ഒരു മാനേജറായിട്ട് അല്ലെങ്കിൽ HR ആയിട്ട് നിന്നിട്ടില്ല. ചില സമയത്തൊക്കെ പുള്ളിക്കാരൻ നിന്നു. ആ 20 കോയിൻസ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. തീരെ നിന്നിട്ടില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ വർത്തമാന രീതി
സ്വഭാവം. ഇപ്പം സീസൺ 5 വിനയ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ സഹിച്ച് കുറച്ചൊക്കെ ഒരു ക്ഷമയോടുകൂടി, കുറച്ചൊക്കെ ഒരു നല്ല ഒരു പ്ലസന്റ് ഫേസോട് കൂടി ഇടപെട്ടിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഭയങ്കര സെൻസിറ്റീവായിട്ടും പിന്നെ അവിടുത്തെ ആൾക്കാരോട് എടി പോടി വാടി അങ്ങനെയൊന്നും വിളിക്കാതെ കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. പിന്നെ ലാലേട്ടൻ ഇതൊക്കെ ചോദ്യം ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ഋഷി കൂടുതലും ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോയത് പവർ ടീമിൻ്റെ അടുത്താണ്. എപ്പോഴും ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരു പപ്പറ്റ് പോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. അന്ന് ലാലേട്ടൻ ജിൻഡോയിനെയും മറ്റേ സിമിൻ്റെ ടീമിനെയാണ് ഇതേപോലെ പറഞ്ഞത്. അതുപോലെ ഈ ആഴ്ചയെ പറയുമോ ഇല്ലയോ, അത്ര ശക്തിയായിട്ട് പറയുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ പറയണം. ഇനി ശ്രീരേഖയുടെ ഏറ്റവും നല്ല പെർഫോമൻസ്, ശ്രീരേഖ ഇന്നത്തെ ദിവസത്തെ, അതെ, ത്രൂ ഔട്ട് ആ ക്യാരക്ടറായിട്ട് നിന്ന വ്യക്തിയാണ്. ത്രൂ ഔട്ട് വഴക്ക് നടക്കുമ്പോൾ പോലും പുള്ളിക്കാരി നിന്നത് ആ ക്യാരക്ടറിൽ. സത്യം, ഞാൻ ഞെട്ടിപ്പോയി. വഴക്ക് നടക്കുമ്പോഴും ആ രീതിയിലുള്ള മുഖഭാവവും എല്ലാം അത് നല്ല നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കുറേ ശ്രീരേഖയുടെ കണ്ട് 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 മടുപ്പ് വരുന്നുണ്ടാണ്. പക്ഷേ ഇന്ന് ആ കണ്ടസ്റ്റന്റ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെൻ ടീം, അർജുനും ജിൻഡോയുടെ ശ്രീധുവിൻ്റെ ടീം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തു. ആ ടിഷ്യൂ പേപ്പറിനെയൊക്കെ ക്ലീൻ ചെയ്തു, ഒരു മടി കൂടാതെ ചെയ്തു. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ടീം. നെക്സ്റ്റ് ടീമിൻ്റെ കാര്യം, നെക്സ്റ്റ് ടീം മണ്ടത്തരം കാണിച്ചു. ഇന്നലെ 20 കോയിൻസിന് വേണ്ടിയിട്ട് എല്ലാ ടാസ്ക് വരെ രാജിവെച്ച് പുറത്തു പോയി. അത് മണ്ടത്തരം തന്നെയാണ്. പക്ഷേ അവർ ഇന്നത്തെ ദിവസം എന്റർടൈൻമെന്റ് കൊണ്ടുവരാൻ നോക്കി. കുറേയൊക്കെ അലമ്പായി, കുറച്ചൊക്കെ അലമ്പായിട്ടുണ്ട്. പക്ഷേ അവർ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും പവർ ടീമാണ് ഇതിനകത്ത് വേസ്റ്റ് ആയിട്ട് നിന്നത്. ഉള്ളതിൽ ഈ ടാസ്കിനോടും നീതി പുലർത്താതെ നിന്നത് അവരാണ്. അവരെ ഞാൻ ആദ്യം പറയുള്ളൂ. നെക്സ്റ്റ് ഒരുപാട് ശ്രമിച്ചു. ഇപ്പോൾ ഭാര്യയായിട്ട് അവരകത്ത് കയറാൻ നോക്കി, പിന്നെ സിനിമാക്കാരായിട്ട് അകത്ത് കയറാൻ നോക്കി, പല രീതിയിലും അവരകത്ത് കയറാൻ നോക്കി. പക്ഷേ അവരകത്ത് കയറാനോ ഇവരുമായിട്ട് കോംപ്രമൈസ് ആവാനോ ഈ ഋഷിയും ഈ ഓണേഴ്സ് ഒന്നും തയ്യാറായിട്ടില്ലായിരുന്നു. അവരെ തിരിച്ചെടുത്തിട്ട് ഈ ടാസ്ക് ഇൻട്രസ്റ്റിംഗ് ആക്കായിരുന്നു. അതൊന്നും ചെയ്തില്ല. പിന്നെ ജാസ്മിൻ്റെ കാര്യം, ജാസ്മിൻ ഇന്ന് അകത്ത് പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ജാസ്മിൻ നെസ്റ്റിൻ്റെ ടീമിൻ്റെ കയ്യിൽ പെട്ടു. പിന്നെ മാൽ ഫംഗ്ഷനിങ് നടത്തി, അവർ എല്ലാം ചിപ്പൊക്കെ ഊരിക്കളഞ്ഞു. അപ്പോൾ അത് രസകരമായിട്ട് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. പിന്നെ ജാസ്മിനെ സ്വീകരിക്കാമായിരുന്നു ഇവർക്ക്. അതും ചെയ്തില്ല. എല്ലാം കൂടി ഒരു ദേഷ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യവും ഒരു പേഴ്സണൽ ഗ്രഡ്ജും എല്ലാം ഈ ടാസ്കിനകത്ത് കയറി വന്നാണ് ഈ ടാസ്ക് കുളമായത്. പിന്നെ ഉള്ളത് കല്ല്. അപ്പോൾ ഈ ടാസ്കിൻ്റെ കാര്യം ഇത്രയും പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനി കല്ല്, ഡയമണ്ട് സത്യം പറഞ്ഞാൽ സാബിച്ചേട്ടൻ ഒരിടത്തും ഒളിപ്പിച്ചിട്ടില്ലായിരുന്നു അല്ലേ. ആദ്യം ഇനി എനിക്കൊന്ന് പിന്നെയാണ് പുള്ളിക്കാരൻ ഇന്നോ രാത്രിയോ നാളെയൊക്കെയാണ് ഒളിപ്പിച്ച് വെക്കുന്നത്. 2 ക്ലൂ ആണ് പ്രമോയ് തന്നേക്കുന്നത്. നനഞ്ഞ സ്ഥലം, നനവുള്ള സ്ഥലം, അതുപോലെ വെളിച്ചമില്ലാത്ത സ്ഥലം. ഞാൻ പറഞ്ഞത് ഫ്ലഷ് ടാങ്കിനകത്താണ്. കാര്യം പുള്ളിക്കാരൻ എപ്പോഴും ബാത്റൂമിൽ കയറി വരുന്നതും ഒക്കെ കാണാൻ. ഇനി ഫ്ലഷ് ടാങ്കിനകത്ത് വിട്ടേക്കാം. ഫ്ലഷ് ടാങ്ക് ഇല്ലേ ക്ലോസറ്റിൻ്റെ, അതിനകത്ത് ഇട്ടേക്കാം. എന്നാലും ബിഗ് ബോസിന് അറിയാം എവിടെയാണെന്നുള്ളത്. അവർ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത്, കൃത്യമായ സ്ഥലം പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനോട്. അപ്പം ഇന്ന് ജിൻഡോയ്ക്ക് രാവിലെ ജിൻഡോയുടെ ടീമിൻ്റെ കാര്യം സാബുമോനും ശ്വേതയും പറയുന്നുണ്ടായിരുന്നു അല്ലേ. ഒരു വിശ്വാസ്യതയില്ല. ശരിയാണ്, അവിടെ ജിൻഡോയ്ക്കും അവർക്ക് മാത്രമല്ല പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല. ഒരു ടീമിൻ്റെതായിട്ടുള്ള ഒരു വിശ്വാസം ഇൻഡിവിജ്വൽ ആയിട്ടാണ് എല്ലാവരും കളിക്കുന്നത്. കാര്യം ടീം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമ്മൾ ടീം അപ്പ് ആവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഇല്ല. ശരിയാണ്. അപ്പോൾ ഇവർക്ക് വേണമായിരുന്നെങ്കിൽ ജിൻഡോയുടെ ടീം പ്ലേ ചെയ്തിട്ട് ഈ ഡയമണ്ട് എടുക്കാമായിരുന്നു. എടുത്തിട്ട് ഇവരെന്തായാലും പവർ ടീമിൽ കയറും. ഒന്നുകിൽ ഇവർക്ക് ഗെയിം മാറ്റാമായിരുന്നു. വേറെ ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്ത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് വീക്കായിട്ടുള്ള ആളെ നോമിനേഷൻ ഇടാം. അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ നോമിനേഷൻ ഇടാമായിരുന്നു. എങ്ങനെയെങ്കിലും ഇവർക്ക് ഗെയിം മാറ്റാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും കൊടുക്കാതിരിക്കാം, എന്നിട്ട് അത് നിർവീര്യമാക്കാമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഇവർക്കത് യൂസ് ചെയ്യാമായിരുന്നു ആ ടീം. ആർക്ക്? ജിൻഡോയുടെയും അർജുൻ്റെയും ശ്രീധുടെയും ടീമിന്. ഇനി ശ്വേത പറഞ്ഞ കാര്യം വിശ്വാസമില്ല, അത് എന്തായാലും കറക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ സീക്രട്ട് ടാസ്ക് ജിൻഡോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ജിൻഡോ അത് എടുക്കാതിരുന്നത്, മനസ്സിലായോ? പക്ഷെ അവർക്ക് ചെയ്യാമായിരുന്നു വേറെ രീതിയിൽ. അത് വേറെ രീതിയിൽ അർജുനെ കൊണ്ട് എടുപ്പിക്കാമായിരുന്നു, ശ്രീധുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നു. അവർക്ക് എടുക്കാം. അതാണ് ശ്വേതയും സാബുമോനും പറഞ്ഞത്, നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് കളിക്കണോ സിംഗിളായിട്ട് വേണമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ജിൻഡോയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സിംഗിളായിട്ട് വേണമെന്ന്. കല്ല് വേണം, സിംഗിളായിട്ട് മതി. പവർ ടീമിൽ കയറണം നിർബന്ധമൊന്നുമില്ല. കാര്യം ജിൻഡോയ്ക്ക് അറിയാം സേഫ് ആവും എന്നുള്ളത്. സിംഗിളായിട്ട് അത് വേണം. അത് വേറെ ആരും എടുത്തു പോയി ഈ ഒരു നോമിനേഷൻ വീക്കായിട്ടുള്ള ഒരാൾ അകത്ത് നിൽക്കരുതെന്നുള്ള ഒരു ഇത് ഉണ്ട്. അർജുൻ വല്ലതും കൊണ്ടുപോയിട്ട് വീക്കായിട്ടുള്ള ആൾക്ക് കൊടുത്താലോ? എക്സാമ്പിൾ, സായിക്ക് ആഗ്രഹം ശ്രീരേഖയ്ക്ക് കൊടുക്കാനാണ് കല്ല്. ഇന്നും പറഞ്ഞു ശ്രീരേഖയ്ക്ക് കൊടുക്കാനാണ് ആഗ്രഹം, ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കും കല്ലെടുത്തിട്ടത്. സോ അത് ബാക്കിയുള്ളവർക്ക് അൺഫെയർ ആണ്, കളിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് പവർ ടീമിന് 3 പേര് കയറി. നന്നായിട്ട് തന്നെ എല്ലാവരും ടാസ്ക് കളിച്ചു. 2 ടീമുകാരും, പവർ ടീമും ഡെൻ ടീമും നന്നായിട്ട് തന്നെ പവർ റൂം ചലഞ്ച് കളിച്ചു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു, നല്ലതായിട്ട് കളിച്ചു. ആരും മോശമായിട്ടില്ലായിരുന്നു. അപ്പം പവർ ടീമിൽ 3 പേര്.
അവരുടെ കൂടെ ക്യാപ്റ്റനും കൂടെ വരും. 4 പേര് ടോട്ടൽ സേവ് ആവും അടുത്ത ആഴ്ച. ഇനി ഈ 4 പേരിൽ ആർക്കെങ്കിലും ആണ് ഈ കല്ല് കിട്ടുന്നെങ്കിൽ ഈ കല്ല് ചിലപ്പം ആക്റ്റീവ് അല്ലാതെ ആവും, പവർ പോവും അതിൻ്റെ. അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഈ കല്ല് കൊടുക്കാമെങ്കിൽ അത് ഭയങ്കര ഗെയിം ചേഞ്ച് ആയിരിക്കും. ഇനി ഈ 4 പേരും അല്ലാണ്ട് ക്യാപ്റ്റനോ പവർ ടീമോ അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ടോട്ടൽ 5 പേര് അടുത്ത ആഴ്ചത്തേക്ക് സേവ് ആവും. പെർമനന്റ്, അതായത് പെർമനന്റ് അല്ല, ഇപ്പോഴേ നമുക്ക് പറയാം 5 പേര് സേവ് ആവും. നാളെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സമയമാണ്. നാളെ ഒരുപാട് കളികൾ കാണാൻ പറ്റും നമുക്ക്. കല്ലുകളുടെ കാര്യം, കല്ല് അവർ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാണാൻ കഴിയും. നാളെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും. നാളെ ജയിൽ നോമിനേഷൻ വരുന്നുണ്ട്, അതുപോലെ ക്യാപ്റ്റൻസി. നാളെ ഒരു അടി നടക്കും. കാര്യം ഇപ്രാവശ്യം കുറ്റം ചെയ്തവരൊക്കെ പവർ ടീമില്ല, പ്രശ്നക്കാരൊക്കെ പവർ ടീമില്ല. അപ്പോൾ ബാക്കി ജാസ്മിനൊക്കെ എന്തായാലും ജയിൽ നോമിനേഷൻ കിട്ടും, ഉറപ്പിച്ചോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത്. എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ മെയ് 9 എപ്പിസോഡ് പാട്ടൊക്കെ കഴിഞ്ഞ് റസ്മിനും അപ്സരയും കൂടെ ഇരിക്കുകയാണ്. അപ്സര ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് നമ്മളെ ടെർമിനേറ്റ് ചെയ്തത്? അപ്പോൾ റസ്മിൻ, കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു നോക്കിയെന്നേ ഉള്ളൂ, അത് തന്നാൽ നമ്മൾ ടെർമിനേറ്റ് നമ്മളല്ല ചെയ്തത്. അപ്പോൾ അപ്സര, ഏറ്റവും വേസ്റ്റ് പ്ലെയർ നിങ്ങൾ എന്നെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ പോയിന്റ് മേടിച്ചത് ഞാനാണ്, പെർഫോം ചെയ്ത ആൾ ഞാൻ, പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള അവസരം നിങ്ങൾ തന്നോ? ശരണ്യക്ക് സ്പാ ചെയ്യാനുള്ള അവസരം കൊടുത്തോ? ഫ്ലോപ്പ് പവർ ടീമാണ് നിങ്ങൾ, ഫ്ലോപ്പ്. പിന്നെ ഈഗോ ആണ് നിങ്ങൾക്ക്. സത്യം പറഞ്ഞ സ്വന്തം മനസ്സൊട്ട് പറയാൻ പറ്റും നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന്. HR പറയുന്നത് കേട്ടില്ല, എന്തൊക്കെ വൃത്തിയായിട്ടാണ് അയാൾ വിളിച്ച് പറയുന്നത്. അയാൾക്കെതിരെ നിങ്ങൾ ആക്ഷൻ എടുത്തോ? ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് പവർ ടീം വന്നിട്ട് ഓണേഴ്സ് ആയിരിക്കും. നമ്മളിപ്പോൾ ഓണേഴ്സ് കിച്ചൺ ടീമിലേക്ക് മാറുകയാണ്. കുറേ സാധനങ്ങളൊക്കെ മോഷണം പോയി, പിന്നെ കത്തിയും പിച്ചാത്തിയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തരണം. അപ്പോൾ ഉടനെ സായി നന്ദനേക്കാം, എടുത്തു വെച്ച അങ്ങനെ. അപ്പം നോറ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയ സാധനങ്ങളൊക്കെ കൊണ്ട് തരണേ, കത്ത് കിട്ടിയാൽ ഏൽപ്പിക്കണേ, നമുക്കൊരു ആക്ഷനൊന്നും എടുക്കാൻ പറ്റത്തില്ല, കാര്യം നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ സാബു പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നന്ദനയും ടീമും ഒക്കെ എടുക്കുകയാണ്. സുന്ദരിയേ വാ റോബോട്ടെ, വെണ്ണിലവേ വാ റോബോട്ടെ. എന്നിട്ട് ജാസ്മിനെ കൊണ്ടുപോയിട്ട് ചിപ്പൊക്കെ മാറ്റി വേറെ രീതിയിലൊക്കെ ആക്കി കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും കത്തി എടുത്തോ. അപ്പോൾ ശ്വേത വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഉടനെ തന്നെ എന്താണ്, അപ്പം ശ്വേതയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിയാണ്. എന്നിട്ട് ശ്വേതയുടെ പാട്ടൊക്കെ പാടുന്നുണ്ട്, ശ്യാമാംബരം ചേതോഹരം, ആ പാട്ടൊക്കെ പാടുന്നുണ്ടേ. അപ്പോൾ റോബോട്ടിനെ കൊണ്ടുപോകുന്നു, ചിപ്പൊക്കെ മാറ്റി അവിടെ ഇങ്ങനെ ഇടുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ ശ്രീരേഖയുടെ ആക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശ്രീരേഖ ശ്വേതയുടെ കൈ പിടിച്ചിട്ട് ഞാനൊന്ന് മസാജ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ്, എനിക്ക് എല്ലാ സ്ത്രീകളും അമ്മ പെങ്ങന്മാരാണ് മറ്റുള്ളവരുടെ എന്നൊക്കെ പറഞ്ഞ്. റോബോട്ടിൻ്റെ പേര് സാൻഡി എന്നാണെങ്കിലും അവൾ വെഞ്ഞാറമ്മൂട് ശാന്തയാണ്, എൻ്റെ ഭാര്യയാണ് റോബോട്ട്. അപ്പോൾ ശ്വേത ഭയങ്കര ചിരി. പിന്നെ അവൾ അവിടെ വീട്ടിൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് പുറത്ത് കിടന്നുറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ചിപ്പ് മാറ്റിയ റോബോട്ടായിട്ട് വരെയാണ് ആര്, നന്ദനയും ടീമും. എടാ കാണണടാ നമ്മുടെ ചിപ്പ് മാറ്റിയ റോബോട്ട്, പറഞ്ഞോ റോബോട്ടെ ടെസ്റ്റായിട്ട്, എടാ ഊളകളെ ജാസ്മിൻ ഉറങ്ങി വാടാ, അച്ചാറേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പിന്നെയും ഡൗണായി ബാറ്ററി. അപ്പോഴത്തേക്ക് പോയേ ഫ്യൂസ് പോയേ. അപ്പോൾ റോബോ പിന്നെയും വീണ് ബോധം കെട്ട്. അപ്പോഴത്തേക്ക് എടുക്കാൻ പറ്റില്ല, റോബോട്ടെ എണീക്ക് റോബോട്ടെ എണീക്ക്. അപ്പോഴത്തേക്ക് റസ്മിൻ റോബോട്ടിനെ പിരിച്ചു വിട്ടു. ഈ ഹോട്ടലിൽ റോബോട്ട് എടുക്കൂല. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരെയും പിരിച്ചിട്ടുകൊണ്ടിരുന്നാൽ പിന്നെ എന്താണ്? അപ്പോൾ റസ്മിൻ ഉടനെ ഗസ്റ്റിനോട്, റോബോട്ടിൻ്റെ മാൽ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ശ്രീരേഖ, അയ്യോ എന്ത് പറ്റി എൻ്റെ ശാന്തയ്ക്ക്? അയ്യോ റോബോട്ടിൻ്റെ മാൽ ഫംഗ്ഷനാണ്, റോബോട്ട് ഇപ്പോൾ സംസാരിക്കത്തൊന്നുമില്ല. അപ്പോൾ അയ്യോ എൻ്റെ ശാന്തയ്ക്ക് എന്ത് പറ്റി? അവൾക്ക് ഇന്നലെ വരെ ഓക്കെ ആയിരുന്നല്ല, ഞാനെല്ലാം ശരിയാക്കി എടുക്കാം. എൻ്റെ മാഡം വേറെ വഴിയില്ലാത്തതുകൊണ്ട് റോബോട്ടായി നമ്മളിവിടെ വന്ന് നിൽക്കുന്നതാണ്, ബാക്കി ചിലവിനാണ് ദേ മാഡം, അവൾ റോബോട്ടൊന്നുമല്ല എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് നല്ല ഒരു സ്റ്റോറി കറക്റ്റായിട്ട് പിടിച്ച് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വന്ന് ഈ പവർ ടീം വന്ന് നശിപ്പിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് സാബു, റസ്മിനെ നിന്നെ എത്ര കിളിയാണ് പോയിരിക്കുന്നത്, ഭയങ്കര സീരിയസ് പവർ ടീം. അതിൻ്റെ ഇടയിൽ കൂടെ അർജുൻ അകത്തേക്ക് വരുന്നു. ജിൻഡോ, എടാ എടുക്കല്ലേ, എന്നെ ഏൽപ്പിച്ചേക്കണേ, എടുക്കല്ലേ, നീ കല്ലെടുക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റരുത് പ്ലീസ്. സത്യം പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ടേം എടുത്തിട്ട് ആ കല്ലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കായിരുന്നു, വെറുതെ സമയം കളഞ്ഞേട്ടാ. അപ്പോൾ ശ്രീരേഖ, അയ്യോ എൻ്റെ പാവ ശാന്തേനൊന്നും ചെയ്യല്ലേ പ്ലീസ് എൻ്റെ ശാന്തേനൊന്നും ചെയ്യരുതേ പ്ലീസ്. പിന്നെ ഒരു കാര്യമുണ്ട് മാഡം, എൻ്റെ ശാന്തയും ഞാനും കൂടെ ഉള്ള പരിപാടിയാണിത്, അവൾ കുഴഞ്ഞ് വീണ് കിടക്കുന്നത് വെറുതെയാണ്, ഞാനും അവളും കൂടി ഡയമണ്ട് എടുത്തിട്ട് ഒറ്റ പോക്ക് പോകും, ബസ് പിടിച്ച് അവളിങ്ങി വരും വീട്ടിൽ. അപ്പോൾ ശ്വേത, അതാണല്ലേ പ്ലാൻ, പിന്നല്ലാണ്ട് ഇപ്പോൾ ഇച്ചിരി പ്രശ്നമൊക്കെ ആണെങ്കിലും നമ്മുടെ ശ്വേതയ്ക്കൊന്നും എൻ്റെ ശാന്തയ്ക്ക് പഠിപ്പും വിവരമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നില്ല ഡയമണ്ട് നോക്കാൻ, അയാളാണ് ശരിക്കും കള്ളൻ ജിൻഡോ. അപ്പോൾ സിജോ, അയാൾ എടുക്കത്തൊന്നുമില്ല, കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിജോ പിന്നെ അയാൾ ഇപ്പം അല്ല, നേരത്തെ അത് കഴിഞ്ഞെടുക്കും, നോക്കിക്കോ, അയാൾ നേരത്തെ അത് കഴിഞ്ഞ് എന്തായാലും എടുക്കും. അപ്പം നിങ്ങളുടെ ഭാര്യ എണീറ്റ്
അയ്യോ മാഡം എണീക്കേണ്ടതെന്ന് പറ, മാഡത്തിൻ്റെ കൈ മാത്രം മതി തക്കാലം എന്നൊക്കെ പറഞ്ഞ് ശ്രീരേഖ സൂപ്പറാക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ആക്ട് ശ്രീരേഖയുടെ. അപ്പോൾ സായിയും കൂട്ടരും റോബോട്ടിൻ്റെ പുതിയ രൂപം പുതിയ ഭാവം എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഗസ്റ്റേ നിങ്ങൾ എന്ത് വേണോ ഈ റോബോട്ടിനോട് ചോദിച്ചോളൂ. അപ്പോൾ ഉടനെ HR കുറിച്ച് പറയൂ. ഉള്ളതിൽ പഴമാണ് HR എന്ന് റോബോട്ട് ജാസ്മിൻ പറയുന്നുണ്ട്. അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെയാണ് വർത്തമാനം. നോറ റോബോട്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ റോബോട്ട് വരെ കരിഞ്ഞു പോകും. പിന്നെ കട്ടിൽ റാണി അൻസിബ നുണകൾ മാത്രമേ പറയത്തുള്ളൂ. നന്ദന മെച്യൂരിറ്റി ഒട്ടുമില്ല, വായി തോന്നി ഇതൊക്കെ വിളിച്ച് പറയും. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇമോഷണലി വളരെ വീക്കാണ്, ആരെങ്കിലും സ്നേഹിച്ചാൽ അവരുടെ കൂടെ നിൽക്കും. പിന്നെ ഇപ്പോൾ കളിയിൽ ഡൗൺ ആണ്, പക്ഷെ മെച്ചപ്പെട്ട് വരും എന്ന് വിചാരിക്കുന്നു. ശരി ശരി ശരി. അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ അവിടെ എല്ലാവരും കൂടെ നിൽക്കുകയാണ്. ജാസ്മിൻ ഉന്തി തള്ളി നിൽക്കുകയാണ് ക്ലാസിൻ്റെ അടുത്ത് കേട്ടോ, വാതിലിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീരേഖയുണ്ട്, ജിൻഡോയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നോറ ഇങ്ങോട്ട് വാ, എന്താ ചെയ്യുന്നത്? ജാസ്മിൻ അവിടെ നിൽക്കേ, ചേച്ചി ചേച്ചി ഇവിടുന്ന് മാറിക്കേ. ശ്രീരേഖ എടുത്ത് അയ്യോ ഞാൻ ചേച്ചിയല്ല, ഇപ്പം മനസ്സിലാക്ക്, അയ്യോ എൻ്റെ ശാന്തയെ ഡാർലിങ് എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. ആരെ ശാന്തയെ? ആരെ? ജാസ്മിന്. അപ്പോൾ ഉടനെ തന്നെ ഋഷി റോബോട്ട് ഫുൾ മാൽ ഫങ്ഷനിങ് ആണ്, ഒന്ന് മാറപ്പോ അവിടെ നിന്ന് പോ. അപ്പോഴത്തേക്കും ജാസ്മിൻ എന്തിനാണ് എന്നെ പുറത്താക്കിയത്? ഋഷി എനിക്കൊന്നും കേൾക്കണ്ട, വെരി ഡേഞ്ചറസ് ആണ്, എല്ലാം എടുത്ത് ഊരി കളയണം ഈ റോബോട്ടിൻ്റെ. അപ്പം നോറ റസ്മിനെ അഭിഷേകെ വാ വാ വാ. അപ്പോൾ ജിൻഡോ ഇടയിൽ കയറി നിൽക്കുന്നു. അപ്പോൾ ജിൻഡോയാണ് തടഞ്ഞു വെച്ചേക്കണം. അപ്പോൾ റസ്മിൻ വീഴണോ? അപ്പോൾ ബിഗ് ബോസ് പ്രോപ്പർട്ടി സൂക്ഷിക്കണം. ഉടനെ തന്നെ നന്ദന HR അതിഥികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടാ? HR അതിഥികളെ കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. 20 കോയിന് വേണ്ടി അയാളെ പറ്റിച്ച് നമ്മളെ കള്ളന്മാരാക്കി. അപ്പോൾ സാബു ജിൻഡോ മാറ്. ജിൻഡോ മാറുന്നു, ജാസ്മിൻ കയറുന്നു, തള്ളുന്നു, ശ്രീധുവിനെ പിടിക്കുന്നു, ശ്രീധു നോറെ തട്ടുന്നു, പോപ്പർട്ടി താഴെ വീഴുന്നു, പൊട്ടുന്നു. അത് കഴിഞ്ഞ് കണ്ട. അപ്പോൾ ഉടനെ ജാസ്മിൻ നിങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ആരെ പറയുന്നു? ശ്രീധുവിനെ പറയുന്നു. അപ്പോൾ ശ്രീധു ഞാനല്ല നീ ജാസ്മിനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ബിഗ് ബോസ് വിളിക്കുന്നു. ഇതെന്താണ് നടക്കുന്നത്? വളരെ മോശം. ഇതൊരു ഹോട്ടലാണോ അതോ വേറെ എന്തെങ്കിലും സ്ഥലമാണോ? ഇതൊരു ഫൺ ടാസ്ക്കാണ്. പരമാവധി ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തി പോയിന്റ്സ് നേടുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാണോ? ഒരു പോയിന്റ് നിങ്ങൾ ടാസ്ക് നിർത്തട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ ടാസ്ക് നിർത്തട്ടെ. അവിടെ ആ സാബു ഒക്കെ അതിനകത്തിരുന്ന് പറയുന്നുണ്ട്. സാബു ശ്വേത അതിനകത്താണ്. ഇത് എന്തൊരു ഈഗോയാണ് ഈ പവർ ടീമിനെന്ന്. അപ്പോൾ ഫൺ ടാസ്ക്കാണ്, രസകരമായ ആക്ടുകളൊക്കെ പലതും ഉണ്ടാവും, അതിനെയൊക്കെ അംഗീകരിക്കാൻ പഠിക്കുക. അപ്പോൾ അപ്സര നമ്മുടെ ടാസ്ക് നമ്മൾ പുറത്ത് സൂപ്പറായിരിക്കും ഇന്ന്. അപ്പോൾ അപ്സര അത് കഴിഞ്ഞ് ആക്ടുകൾക്കും അത് സ്വീകരിക്കുന്നതിന് അത് നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. വയലൻസിനെ നമ്മൾ ഒരിക്കലും പറയില്ല, ഒരിക്കലും നമ്മൾ പിന്തുണയ്ക്കില്ല വയലൻ്റ് ആക്ടുകളെ. അപ്പോൾ അപ്സര കിട്ടിക്കോ നമുക്ക് മത്സരം നിർത്തണോ അതോ വേണ്ടയോ? അപ്പോൾ അവിടെ ഋഷി ബിഗ് ബോസ് അവരോട് ചോദിക്കുക, അവരൊക്കെ അല്ലേ കോയിൻ കളക്ട് ചെയ്യേണ്ടത്, നമ്മളോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, അവരോട് ചോദിക്കുക, അവരോട് ചോദിക്കുക. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അപ്സരയുടെ ടീമേ. അപ്പോഴത്തേക്ക് നമ്മൾ പറയും പിന്നല്ലാണ്ട്. അപ്പോൾ റസ്മിൻ ക്രിക്കറ്റായിട്ടും കണ്ണിങ് ആയിട്ടും മാത്രം ഗെയിം കളിക്കുക, അതായത് ഫണ്ണായിട്ട് ഗെയിം കളിക്കുക. അപ്പം എല്ലാവരും റെഡിയല്ലേ, ഒന്നും കൂടെ കളിക്കാം എന്ന് പറഞ്ഞ് ഇതാവുന്നു. അപ്പോൾ ജാസ്മിൻ എന്നെ എന്തിനാണ് പിരിച്ചു വിട്ടത്? എന്നെ എന്തിനാണ് സംഭവം എന്നെ എന്തിനാണ്? അപ്പോൾ റസ്മിൻ ഒന്നും കേൾക്കണ്ട, നിങ്ങളെ പിരിച്ചു വിട്ടു എന്നാൽ കുട്ടീനെ അങ്ങ് എടുത്തൂടെ, ഇത് ടാസ്ക് പൂർത്തിയാക്കിക്കൂടെ? കഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് തർക്കം വേണ്ട. അത് കഴിഞ്ഞ് കൺഫെഷൻ റൂമിൽ ഇവരെ വിളിക്കുകയാണ്. ആരെ? ഈ ക്യാപ്റ്റനെയും ഈ പവർ ടീമിനെയും. ഈ ടാസ്ക് പൂർണ്ണ പരാജയം, അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ പവർ ടീമിന് മാത്രമാണ് കേട്ടോ. പവർ ടീം അല്ല, നിങ്ങൾ ഓണേഴ്സാണ്. സ്റ്റാഫുകളെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അഭിഷേക് ബിഗ് ബോസ് അവർ ഭയങ്കര റിബലായിട്ടാണ് നിൽക്കുന്നത്. കിച്ചൺ ടീമിൽ പല കാര്യങ്ങളും എടുത്തുകൊണ്ട് മോഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്, പല സാധനങ്ങളും മിസ്സിംഗ് ആണ്. ബിഗ് ബോസ് ഹോട്ടൽ ഓണേഴ്സാണ് നിങ്ങൾ ഹോട്ടൽ ഓണേഴ്സാണ് അവരെ നിലയ്ക്ക് നിർത്തേണ്ടത്. സ്റ്റാഫുകളെ പരമാവധി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. അപ്പോൾ റസ്മി എത്ര പ്രാവശ്യം പറഞ്ഞു നോക്കി ബിഗ് ബോസ്. അപ്പോൾ അഭിഷേക് എക്സാമ്പിൾ ഡെൻ ടീം നന്നായിട്ട് കളിക്കുന്നുണ്ട്, അതുപോലെ അല്ല ബാക്കിയുള്ളവർ. ഇതിൻ്റെ പ്രധാന ദൗത്യം ഇതിനകത്തുള്ള ഗസ്റ്റുകളെ നിങ്ങൾ നല്ല രീതിയിൽ ആക്കി വിടുക, നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം. അതാണ് ഈ ഒരു ടാസ്കിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ എന്താണ് ചെയ്യാത്തത്? റസ്മിൻ ബിഗ് ബോസ് അത് പിന്നെ ഇവർ പല കാര്യങ്ങളിലും പൊട്ടിത്തെറിക്കുകയും, റസ്മിൻ ഇത്രയും സീരിയസ് ആവേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്. അപ്പം നോറ സമ്മതിക്കുന്നു, നമ്മുടെ ഭാഗത്താണ്. ശരി കളിക്കൂ, പിരിച്ചുവിടാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. പുറത്തിറങ്ങിയിട്ട് ഒരു പിരിച്ചുവിടുന്നില്ലടാ, എൻ്റെ പൊന്നോ, പിരിച്ചുവിടാൻ നമ്മൾ പിരിച്ചുവിടാൻ എടുക്കുന്നില്ല. പിരിച്ചുവിട്ടു നമ്മുടെ ജാസ്മിനെയും ആ ടീമിനെ എടുക്കാനേ കഴിയില്ല, ഒരിക്കലും എടുക്കാൻ പറ്റില്ല, അവരങ്ങനെ ഇപ്പോൾ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് പിന്നെയും ആ ദേഷ്യത്തിലാണ്. പിന്നെ ഇനി അടുത്ത് കാണിക്കാൻ ഡയമണ്ടിൻ്റെ മോഷണം പദ്ധതികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ കൈവശപ്പെടുത്താൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ജിൻഡോ വന്നിട്ട് എൻ്റെ ആരെ നോക്കുന്നു? അപ്സരയും ടീമും സായിയും ഒക്കെ കൂടി ഇരുന്നിട്ടാണ്. അതിനിടയിൽ അർജുനും സിജോയൊക്കെ വരുന്നുണ്ട്. എൻ്റെ ടാസ്ക് കാണുന്നില്ല. ജിൻഡോ ചേട്ടാ, നമ്മളെ കൂടുതൽ കളറൊന്നും ആക്കണ്ട കേട്ടാ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശ്രീധു അർജുനും അവിടെ നിൽക്കുന്നുണ്ട്, ഇതിൽ പിടിച്ചോണ്ട്. ഏതിലും നമ്മുടെ
ഈ ഡയമണ്ടിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരേഖ ഇടയ്ക്ക് കയറി വരുന്നു. ഞാൻ ടാസ്കിനാണെന്ന് ഉടനെ സായി അല്ല ഋഷി കയറി വന്നിട്ട് മാറ് പോ അവിടെ നിന്ന്, ടാസ്ക്കാണിത്, ഇത് നമ്മുടെ മാഡം ഏൽപ്പിച്ചേക്കുന്നതാണ്, ജിൻഡോ ഒന്നും ഇവിടെ കാക്കൂ, ഈ ഡയമണ്ട് നോക്കൂ. അപ്പോൾ ജിൻഡോയും വന്ന് നോക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഡയമണ്ടിൽ കയറി പിടിക്കുന്നു. ജിൻഡോ ശ്രീരേഖ മാറ്റാൻ നോക്കുന്നു. മാറി നിൽക്കണോ ശ്രീരേഖ. അതിൻ്റെ ഇടയിൽ കൂടെ അർജുൻ ഈ ഡയമണ്ട് എടുത്ത് ഒളിക്കുന്നു. അപ്പോൾ ജിൻഡോ ഇവിടെ വെക്ക് അർജുൻ, ഇവിടെ വെക്ക്. അർജുൻ തിരിച്ചു വെക്കുന്നുണ്ട്. അർജുൻ തിരിച്ചു വെക്കുന്നു. അപ്പോൾ ഉടനെ ശ്വേത വരുന്നു. ശ്വേത പറഞ്ഞു അവിടെ വെക്കൂ, അവിടെ വെക്കൂ. ഓക്കെ അവിടെ വെച്ചോളൂ. ശരി. അതിൻ്റെ ഇടയിൽ കൂടെ നന്ദനേനെ കാണാൻ വേണ്ടിയിട്ട് സാബു, എടി ആ പിച്ചാത്തി നിങ്ങൾ എവിടെ കൊണ്ടുവച്ച്? അല്ല പിച്ചാത്തി ബാ ചേട്ടാ എടുത്തു തരാമെന്ന് നന്ദന എടുത്തു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അപ്സര, എന്തുവാണിത്? അപ്സര ഇവിടെ ഭാര്യയും അപ്സര ജിൻഡോയുടെ ഭാര്യയായിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദന മകളുമായിട്ടും കയറുന്നത്. എൻ്റെ ഭർത്താവ് ജിൻഡോ ചേട്ടനാണ്, എനിക്കൊന്ന് കാണണം. അപ്പോൾ ശ്രീതുവാണ് സെക്യൂരിറ്റി. ശ്രീതു പോയിട്ട് ഋഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ഋഷി അങ്ങനെ ഒരു ഭാര്യ ഉണ്ടോ, നമുക്ക് നോക്കാം, ജിൻഡോയോട് തന്നെ ചോദിച്ചു നോക്കാം എന്ന് പറയുന്നത്. അങ്ങനെ ജിൻഡോയുടെ അടുത്ത് ചോദിക്കാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യയൊന്നും അല്ല അത്, എൻ്റെ ഭാര്യയേ അല്ല, പിന്നെ അതെൻ്റെ ഭാര്യയൊന്നുമല്ല. ഒന്നും കൂടെ എടോ അച്ഛാ, അയ്യോ അച്ഛാ നിങ്ങളൊരു അച്ഛനാണോ അച്ഛാ? അപ്പോൾ ശ്രീരേഖ ഞാൻ നിൻ്റെ അച്ഛനാവാൻ മോളെ. അങ്ങനെ ടാസ്ക് അവസാനിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും കോയിൻസ് കൊടുക്കുകയാണ്. അപ്പം അവരുടെ റിസൾട്ട് പറയാം. അപ്പോൾ ശ്രീരേഖ വെരി ഗുഡ്, നല്ലതായിരുന്നു. ജാസ്മിൻ ഓൾമോസ്റ്റ് കുഴപ്പമില്ല, പക്ഷേ ഇന്നലെ അടി പൊട്ടുന്നതിന് മുന്നേ വരെ കളിച്ചു. ശ്രീരേഖ ബെസ്റ്റ് ആയിരുന്നു. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ടീം ഗംഭീരമായിരുന്നു. ക്യാരക്ടറൊക്കെ അതേപടി പിടിച്ചു നിന്നു, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റോറി പോലെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ടണൽ ടീമിൻ്റെ കാര്യം സാബു പറയുന്നു, ആ കോയിൻസിന് വേണ്ടി വെറുതെ നിങ്ങൾ എന്തിനാണ് ഈ ടാസ്ക് കളഞ്ഞു കുടിച്ചത്, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും നിങ്ങൾ മാക്സിമം ശ്രമിച്ചു. ഹൗസ് കീപ്പിംഗ് ടീം നന്നായിരുന്നു, നിങ്ങൾക്ക് തന്ന സീക്രട്ട് ടാസ്ക് ഉണ്ടായിരുന്നു. ജിൻഡോയ്ക്ക് കുറേ ഓവർ ആത്മാർത്ഥതയൊക്കെ ജിൻഡോ കാണിച്ചു. പക്ഷേ മറ്റേ ടോയ്ലറ്റിൽ എന്താണ് ടിഷ്യൂ പേപ്പർ ഇട്ടത് ഞാനാണ്, സോറി. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയിരുന്നാലും നിങ്ങളത് മനോഹരമായിട്ട് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം ശ്വേത പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസമില്ല ആരെയും. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ടീമായിട്ട് വിശ്വസിച്ച് കളിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഹോട്ടൽ ഓണേഴ്സിനെ കുറിച്ച് HR മാനേജർ ആണെങ്കിൽ എപ്പോഴും എല്ലാവരുടെ ഈ ഓണേഴ്സിൻ്റെ പുറകെയാണ് നടക്കുന്നത്. ഓവർ സീരിയസ് ആയിരുന്നു ഈ നമ്മുടെ ഓണേഴ്സ്, ഭയങ്കര സെൻസിറ്റീവായിരുന്നു. അപ്പോൾ നോറ പറയാണ്, നോറയുടെ കാര്യം പിന്നെ പറയണ്ട, ഇൻസ്റ്റൻറ്റ് സ്റ്റോറി ടെല്ലറാണ് നോറ. അതേപോലെ അൻസിബ ഭയങ്കര, ഇപ്പോഴാണ് അൻസിബ കൂളായി വന്നത്. അത് കഴിഞ്ഞിട്ട് സാബു പറയുന്നത് ഇത്രയും സീരിയസ് ആവേണ്ട ആവശ്യമില്ല, HR ഭയങ്കര പേടിയാകുന്ന പോലെ തോന്നിയത്. HR എല്ലാ കാര്യവും ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ നടക്കത്തുള്ളൂ, ഭയങ്കര ഒരു പേടി പോലെ. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഫീഡ്ബാക്ക്. അങ്ങനെ പോയിന്റ്സ് കൊടുക്കുന്നു. പോയിന്റ്സിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് അഭിഷേകിൻ്റെ തൊപ്പിയെടുത്തത് സിജോയും അർജുനും കൂടിയാണ് കേട്ടോ. അപ്പോൾ അൻസിബ അതിനടുത്ത് ശ്വേത പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ടായി എനിക്ക് ഏറ്റവും അറിയാവുന്നത് അൻസിബേനായിരുന്നു, പക്ഷെ അൻസിബാണ് എൻ്റെ അടുത്ത് ഇതുവരെ ഒന്നും മിണ്ടാത്തത് എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നെസ്റ്റിന് 305 പോയിൻറ്റ്സും ഡെന്നിന് 485 പോയിൻറ്റ്സ്. അങ്ങനെ ഡെൻ ടീമാണ് ക്വാളിഫൈഡ് ആയത് പവർ ടീമായിട്ട് മത്സരിക്കാൻ. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. ഈ ഗസ്റ്റുകൾ ഇവിടെ നിന്ന് പോകുന്നത് വരെയും നിങ്ങൾക്ക് ആ ഡയമണ്ട് മോഷ്ടിക്കാനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് മോഷ്ടിക്കാം. അവസാനം ആ ഡയമണ്ട് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർക്കായിരിക്കും ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് ബിഗ് ബോസ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പവർ റൂം ടാസ്കുകളാണ്. ആദ്യം വരുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ടോൾഫ് ടാസ്ക്കാണ്. അതിനകത്ത് ഓരോ ടീമിൽ നിന്നും ഓരോ വ്യക്തികളാണ്. മറ്റേ അർജുനും റസ്മിനാണ് വരുന്നത്. ഒരു മേശയുണ്ട്, ചരിഞ്ഞ മേശയാണ്, അതിൽ കുറേ ഹോൾസ് ഉണ്ട്. ബോൾ ഇവിടെ നിന്ന് ഉരുട്ടി വിടുക, ആ ഹോളിൽ വീഴ്ത്തുക. അതിലാദ്യം റസ്മിൻ വളരെ നല്ല രീതിയിൽ പോയി. ഇടയ്ക്ക് റസ്മിന് ഭാഗ്യം തുണയ്ക്കാതെ ബോൾ താഴെ വീണു, ആ ബോൾ കിട്ടുന്നില്ല. ആ സമയത്താണ് അർജുൻ കയറിയതും അർജുൻ ജയിച്ചതും. അത് കഴിഞ്ഞ് അടുത്തത് ലീവിംഗ് ഏരിയയിൽ വിളിച്ചിട്ട് ഇവരെ വിളിച്ച് പറയുന്നുണ്ട്, ഇന്ന് ഗസ്റ്റുകൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും, ഡിന്നർ പ്രിപ്പയർ ചെയ്യണമെന്ന്. അങ്ങനെ ഓക്കെ ശരിയെന്ന് പറയുന്നു. അങ്ങനെ ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടാസ്ക് 2 ചക്രവ്യൂഹം ടാസ്ക്കാണ്. അതിനകത്ത് ഗാർഡൻ ഏരിയയിൽ ഒരു ടയറുണ്ട്, ഒരു ടീമിന്, ഓരോ ടീമിനും ഓരോരുത്തർ ഒരു ടയറുണ്ട്, നിറച്ച് കുപ്പികളുണ്ട്. ഈ ടയർ ഉരുട്ടി കുപ്പികൾ തള്ളിയിടണം. അതും ആദ്യം ലീഡ് ചെയ്തത് അഭിഷേകാണ്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ജിൻഡോ കയറി. അങ്ങനെ അവസാനം കുറേ ശ്രമത്തിന് ശേഷം അഭിഷേകിന് 1 കുപ്പി വീഴാനുണ്ടായിരുന്നു, ജിൻഡോയ്ക്ക് 2 കുപ്പി വീഴാനുണ്ടായിരുന്നു. അപ്പോൾ ബസറടിച്ചു. അങ്ങനെ അഭിഷേക് ജയിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. മെനു ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ശ്വേത പതുക്കെ ടണൽ പവർ റൂമിലേക്ക് കയറി. ഞാൻ കയറി. അപ്പോൾ ഉടനെ നോറ അയ്യോ, നോറയും റസ്മിനും കൂടെ പിടിച്ച് വട്ടം പിടിച്ച്, എന്നിട്ട് 2 3 കൂടി നേരെ ലോട്ടസിന്റെ പുറത്ത് വീണു. ഞാൻ കയറി എന്ന് പറഞ്ഞ് ശ്വേത ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആലാരേ ഗോവിന്ദ ഡോലാരേ ഡോലാരേ ഡോ, ആലാരേ ഗോവിന്ദ ആലേ ഗോവിന്ദ അങ്ങാടിത്തേനത്തേ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരെയാണ് പവർ റൂമിൽ നിന്ന്. അങ്ങനെ പവർ റൂമിൽ ശ്വേത കയറി. അത് കഴിഞ്ഞാണ് 3ാമത്തെ ടാസ്ക്, കറക്കും പന്ത്. അറിയാമല്ലോ, ഒരു വലിയ ബോളാണ്. ആ ബോൾ ടേബിളിൽ
ഉള്ളിൽ കൂടെ എറിയും. പക്ഷെ ഒരു ബാറ്റ്സ്മാൻ അവിടെ ഇരിപ്പുണ്ട് തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നോറയാണ് കയറുന്നത്. ആദ്യം നോറയ്ക്ക് പറ്റിയില്ല, പക്ഷെ പിന്നെ നോറ അത് പിടിച്ച് കയറി. അങ്ങനെ 4 എണ്ണമാണ് ഇട്ടത്. അത് കഴിഞ്ഞാണ് ശ്രീതു വരുന്നത്. ശ്രീതു ഒരു 7 എണ്ണം, എത്ര 7 എണ്ണം ഇട്ടെന്ന് തോന്നുന്നു. അതിൽ 3 എണ്ണം പോയി, അങ്ങനെ അല്ല 8 എണ്ണം ഇട്ടെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് പോയി. അതിൽ 5 എണ്ണം കയറിയിട്ടുണ്ട്, 5 എണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ പവർ ടീം മാറി ഡെൻ ടീമാണ് ജയിക്കുന്നത്. അടുത്ത പവർ ടീമായിട്ട് അർജുനും ശ്രീതുവും ജിൻഡോയാണ് വരാൻ പോകുന്നത്. രാത്രി പാർട്ടിയാണ്, ഡിന്നർ പാർട്ടി. ഋഷി പറയുന്നത് വളരെ സന്തോഷമായി നിങ്ങൾ എത്തിയതിൽ. എന്തായാലും നിങ്ങളൊരു ദിവസം ഉണ്ടാവും. നമ്മൾ ഇനിയും വഴി കാട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ശ്വേത, ഒരാളെ താഴ്ത്താൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ ഒരാളെ പൊക്കാൻ അല്ലെങ്കിൽ പൊക്കി വിടാൻ വളരെ പ്രയാസമാണ്. അപ്പോഴത്തേക്ക് സാബു, നിങ്ങളെല്ലാവരും നല്ല സ്പിരിറ്റുള്ള ആൾക്കാരാണ്, യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് പോരായ്മകളുണ്ട്. ഈ വീട് എനിക്കറിയാം എങ്ങനെയായിരിക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്കൊരു രസമായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ട് പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ശ്വേത, ചിലർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു. അപ്പം ജാസ്മിൻ, എനിക്ക് നോറയോടാണ് പറയാനുള്ളത്. ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് അവളോട് പറഞ്ഞത് ഇമോഷണലി വീക്ക് എന്ന്. അത് ഞാൻ ടാസ്കിലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ റസ്മിൻ, എനിക്ക് പറയാനുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. ഇന്നലെ ഞാൻ അവളോട് ചെയ്തത് അവളെ മാനസികവും ശാരീരികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാനത് മനഃപൂർവ്വം നമ്മളിടയിലുള്ളതിൻ്റെ ഓരോരുത്തർ കാരണം എനിക്ക് അവളെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് ചെയ്തതിൽ ഐ എം വെരി സോറി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, അവിടെ ഇരിക്കുന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അവർ ഫുഡൊക്കെ വിളമ്പി കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി 2:30 ഗബ്രിയുടെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നു ജാസ്മിൻ. ഗബ്രി ഞാൻ നീ ഇതെപ്പോൾ കേൾക്കും ഗബ്രി എന്ന് പറഞ്ഞു. കുറേ കേട്ടതാണ് ഈ വാക്ക്, ഗബ്രി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അപ്പം സാബുമോൻ വരുന്നു. ഇക്ക മാലത്ത് ആയിക്ക, നീ അവിടെ വെച്ചിട്ട് വാ. ഇല്ല മാലത്ത് ആയിക്ക, എനിക്ക് പറ്റത്തില്ല ഇക്ക, നീ വെച്ചിട്ട് വാ ഇങ്ങോട്ട്, വേറെ പണിയൊന്നുമില്ല, വായ വെക്ക് എന്ന് പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി BB+ലാണേ. BB+ൽ ശ്രീരേഖ, എൻ്റെ ശ്രീരേഖയുടെ പെർഫോമൻസ് ആണ്. എൻ്റെ ഹെഡ് ഡാൻസ് കാണണോ മാഡം? ശ്വേത, ആ കാണിച്ചേ. അപ്പുറത്ത് പോയിട്ട് സെറ്റിയുടെ അവിടെ പോയിട്ട് ഹെഡ് മാത്രം വെച്ചിട്ട് എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല, എൻ്റെ ശരീരം മാത്രമേ അനങ്ങുന്നുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ കൃഷ്ണമണി വെച്ച് ഡാൻസ് ചെയ്യാം. എനിക്ക് അങ്ങനെ വരുന്നില്ല. താങ്കൾ പഴയ കഥാപാത്രം തന്നെ മതി. അയ്യോ ക്ഷമിക്കണം മാഡം, ഒന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ വെഞ്ഞാറമൂട്ടിലെ ഞാൻ സാബുമോനാണ്, സാബുവാണ്. അപ്പോൾ പിന്നെയും ചിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് തരുമോ? ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട, മാറിയിരിക്കും എന്ന് പറയുന്നുണ്ട്. ജിൻഡോ ഇവിടെ ഡയമണ്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ജിൻഡോയുടെ കൈ തന്നെ ഉണ്ട്. എന്നിട്ട് അപ്പോൾ ഋഷിയും എല്ലാവരും കൂടുന്നുണ്ട്. നിങ്ങൾ അവിടെ ഡയമണ്ട് വെക്ക്, ഡയമണ്ട് അവിടെ വെക്ക്, നിങ്ങൾ ഡയമണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ, എനിക്ക് ഡയമണ്ട് വേണ്ട, പക്ഷെ നിങ്ങൾ അവിടെ വെക്ക് നിങ്ങൾ വെക്ക്. അങ്ങനെ ഇപ്പോൾ പറ്റത്തില്ലല്ലോ, അത് പറ്റത്തില്ല. അപ്പോൾ ശ്രീരേഖ, നിങ്ങൾ വെക്ക് ജിൻഡോ, അവിടെ വെക്ക്. അപ്പോൾ സാബുവും നമ്മുടെ ശ്വേതയെ അകത്ത് കയറിയിരിക്കുന്നു. അപ്പോൾ ശ്വേത പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജിൻഡോ? ടീമായിട്ട് കളിക്കണോ? ഇത് ടീമായിട്ട് കളിച്ച് നേടണോ അതോ സിംഗിളായിട്ട് എടുക്കണോ എന്ന് സാബു ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് പിന്നെ ജിൻഡോയ്ക്ക് കൺഫ്യൂഷൻ. ഡയമണ്ട് എടുക്കണം, ടീമായിട്ട് കയറണം, എന്നാൽ അങ്ങനെ കളിക്കും, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്ന് സാബു പറയുന്നു. ഒരു കൺഫ്യൂസ് ആയിപ്പോയി ജിൻഡോ അവിടെ. അത് കഴിഞ്ഞ് ശ്രീതു ശ്വേതയും, അതെ ശ്വേതയുടെ അടുത്ത് പോയി ഡയമണ്ട് എടുക്കാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സാബു ചേട്ടൻ ഉടനെ തന്നെ ഇത് ഇങ്ങനെ എടുക്കുകയാണ് കയ്യിൽ. സാബു ഉടനെ കയ്യിൽ എടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സായി വന്നിട്ട് തന്നെ ഡിസ്റ്റർബ് ചെയ്യും. ദേ കൊണ്ടുപോയി എന്ന് പറയും. അപ്പോൾ സാബു മോൻ്റെ കയ്യിലില്ല എന്നുള്ള രീതിയിൽ ആക്കി തീർത്തിട്ട് സായി വേറെ ആരോ കൊണ്ടുപോയി ഇതുപോലെ കാണിക്കുന്നു. ശരിക്കും സാബു മോൻ്റെ കയ്യിൽ തന്നെ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തുവാണ് ഇത്, ജീവിതത്തിൽ ഒറ്റ തവണ അവസരം കിട്ടുള്ളൂ. അപ്പോൾ ശ്രീരേഖ, 2 തവണ കിട്ടിയാലോ, പയറ്റി നോക്ക്. അങ്ങനെ സാബു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ ഫുൾ തപ്പലാണ് എല്ലാവരും കൂടെ. എവിടെയുണ്ട്? ഈ ഗാലക്സിയിലുണ്ടെന്ന് പറയുന്നു. ആണോ? ഭൂമിയിലുണ്ട്. ആണോ? മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ എല്ലായിടത്തും ഉണ്ട്. ആണോ? അപ്പോൾ അപ്സരയെ ശരണ്യ എൻ്റെ പൊന്നോ, തപ്പലോട് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് അപ്സരയെ അർജുനും, എടാ നീ എടുത്തില്ലേ, ശ്രീധുവിന് കിട്ടി, നിനക്ക് കിട്ടി, ശ്രീരേഖയ്ക്ക് ചേച്ചിക്ക് കൊടുത്ത്, നിങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് കള്ളലക്ഷണം കളിച്ചിരിക്കുകയല്ലേ, സത്യം പറ. ഓ പിന്നെ. അപ്പോൾ സാബു ഇറങ്ങിയാണ് പിന്നെയും ബാത്റൂമിൽ നിന്ന്. നിങ്ങളെൻ്റെ ബാറ്ററി വരെ തപ്പിയല്ലേ? എന്തായാലും നിങ്ങൾ നോക്ക്, അന്വേഷിച്ച് നോക്ക്, കിട്ടും. ഞാൻ എവിടെയൊക്കെ പോയിരുന്നു, കിച്ചൺ, ബാത്റൂം, നെസ്റ്റ്, ടണൽ, അവിടെയൊക്കെ പോയി നോക്ക്, എന്തെങ്കിലും ഒരു പൊടിയെങ്കിലും കിട്ടും. അതൊന്ന് കയറ് പിടിച്ച്, വെറുതെ ഇരിക്കാതെ. അപ്പോൾ ശരണ്യ, ചാവിച്ചേട്ടാ പറയട്ടെ, സ്മോക്കിംഗ് ഏരിയ, ബാത്റൂം, ടണൽ റൂം, ഏതെങ്കിലും ഒന്നല്ലേ, കുഴപ്പമില്ല, നോക്ക്. അപ്പോൾ അവിടെ സായി നോക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് സാബുമോൻ, ഓക്കെ ശരി, ഞാനൊരു കാര്യം പറയാം. സായി ചോദിക്കാണ്, ഇത് അനങ്ങുന്നുണ്ടോ എന്ന്. അല്ല ഇത് അനങ്ങുന്നുണ്ടോന്ന്
നീ എൻ്റെ കയ്യിലുണ്ടെന്ന് നോക്കണമല്ലേ. അപ്പോൾ ജിൻഡോ എത്ര അടി ഉണ്ടാവും? 8 അടിക്ക് താഴെ. എന്നാൽ പിന്നെ എല്ലാ കബോർഡും നോക്കിക്കോ എന്ന് പറയുന്നത്. അങ്ങനെ കൺഫെഷൻ റൂമിൽ ശ്വേതനെ സാബുവിനെ വിളിക്കുന്നു. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഡയമണ്ട് എവിടെയാണ്. അപ്പോൾ സാബു പറയണത് എൻ്റെ പോക്കറ്റിൽ ഇത്ര നേരം ഞാൻ കള്ളം പറ്റുകയായിരുന്നു. അപ്പോൾ ശ്വേത നമുക്ക് കൊടുക്കാൻ പറ്റുമോ ബിഗ് ബോസ്? കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എവിടെ വെച്ചേക്കണം, നമ്മളെ കാണിക്കുന്നില്ല. അത് ഇവിടെ തപ്പലോട് തപ്പൽ, ഇനി തപ്പാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് അർജുനും ശ്രീതുവും കൂടെ നന്നായിട്ട് കളിച്ചു അല്ലേ. അപ്പോൾ നന്ദന ചേച്ചി നാളെ പവർ ടീമിൽ താമരയെ കയറി കിടക്കരുതേ, ഒടുക്കത്തെ നെഗറ്റീവാണ്. അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. നോക്കിക്കോ എല്ലാവർക്കും നെഗറ്റീവായിരുന്നു. താമരയാണോ നെഗറ്റീവ്? അത് കഴിഞ്ഞിട്ട് റസ്മിൻ അത് കഴിഞ്ഞിട്ട് ജിൻഡോയുടെ ടീമിനോട് നിങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ശ്വേത ആണോ ജിൻഡോ ടീം മനസ്സ് തുറന്നു, നിങ്ങൾ മനസ്സ് തുറക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ശരണ്യ അപ്സരയും ഇവിടെ തപ്പലോട് തപ്പൽ ജാസ്മിൻ്റെ അടുത്ത് എവിടെയായിരിക്കും പൊടി പിടിച്ച സ്ഥലം, ഉയരങ്ങൾ, ഇതൊക്കെ തപ്പുന്നുണ്ട്. അമ്മോ ഇത് തപ്പി എടുക്കണം, എനിക്ക് തപ്പണം. അതിനിടെ കൂടെ നോറ സാബുവിൻ്റെ ചെവി പോയിട്ട് എൻ്റെ അനിയത്തി സത്യം സായിച്ചേട്ടൻ്റെ കയ്യിലില്ലേ, മേലാല് അനിയത്തിനെയോ അമ്മേനെയോ പിടിച്ച് ഇമ്മാതിരി സത്യങ്ങൾ ചെയ്താ. അപ്പം നോറ ചെയ്താ അല്ല ഞാൻ കണ്ടതാണ്. നീ കണ്ടതാണെങ്കിലും ഇല്ലെങ്കിലും ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യത്തിൽ നീ ഇങ്ങനെ സത്യം ചെയ്യരുത്. അല്ല ഞാൻ വേണ്ട, അനിയത്തിനെയോ അമ്മേനെയോ പിടിച്ച് സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വക കാര്യങ്ങൾ ഞാൻ വിചാരിച്ചത് ഞാൻ അങ്ങനെയൊന്നും ഞാൻ കണ്ടതാണ്. കൂടുതൽ നീ പറയണ്ട. നീ മേലാൽ ഇങ്ങനെയുള്ള സത്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, അതല്ല കേട്ടോ. അത് പിന്നെ നമുക്ക് 2 മണിക്കൂർ കരയാനും പറ്റില്ലല്ലോ പണ്ടത്തെ പോലെ. ഇല്ല, ഈ സായിയുടെ അടുത്താണ് പോലും. അപ്പൊ സായി ഇങ്ങനെ വരുന്നേ, സായി. അപ്പൊ എല്ലാവരും ഓടുന്നുണ്ട്, സായിയുടെ പുറകെ ഓടുന്നു. സായി അപ്പുറത്ത് കൊടുക്കുന്നു, അർജുന് കിട്ടുന്നു, അർജുൻ സിജോയ്ക്ക് കൊടുക്കുന്നു, സിജോ ജിൻഡോയ്ക്ക് കൊടുക്കുന്നു, മറ്റേ ഋഷിക്ക് കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അവൾ പോയിട്ടുണ്ട് കരയാൻ വേണ്ടിയിട്ട്. ശരിയാണ്, കരയാൻ വേണ്ടി പോയി. റസ്മിൻ്റെ അടുത്ത് ഞാനിപ്പോഴും സ്ഥാപിച്ചിട്ട് അത് പറഞ്ഞ് കണ്ടതാണ്, കരയണോ വേണ്ടയോ പറ. നീ ഇപ്പം കരയാതിരിക്കണതാണ് നല്ലത്. എന്താടി? അല്ല സാബു ചേട്ടൻ പറഞ്ഞത് ഹേർട്ടായി. എൻ്റെ മോളെ നീ പറഞ്ഞത് തെറ്റാണ്, 100% അതല്ല. അവന്മാർ വെറുതെ പേപ്പർ ചുരുട്ടി വെച്ച് കളിക്കണത് ഞാൻ കണ്ടതാണ്. നീ ഇങ്ങനെ കണ്ടത് വിശ്വസിക്കാതെ ഞാനല്ലേ പറയുന്നത്. അപ്പോൾ സായി വന്ന് എടി നമ്മൾ വെറുതെ അവിടെ ഒരു കല്ല് കിട്ടിയിട്ടുണ്ട്, അതെടുത്ത് വെച്ച് കളിക്കുന്നതാണ്, വെറുതെ ഫേക്ക് കല്ല്, ചുമ്മാ ശരിക്കുള്ള കല്ല് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം എങ്ങനെയുണ്ട്? സാബു ചേട്ടൻ വന്ന് എങ്ങനെയുണ്ട്? സാബു ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റായില്ലേ? മോളെ നീ അനാവശ്യമായിട്ട് കിടന്നിട്ട് ഇങ്ങനെ നീ അമ്മ സത്യം നീ എടുക്കരുത്, നീ ചെറു തെറ്റാണ് കേട്ടാ. അതിൻ്റെ ഇടയിൽ കൂടെ അൻസിബയും സായിയും ഋഷിയൊക്കെ ഉണ്ട്. എല്ലാവരും അൻസിബ എനിക്ക് കല്ലും വേണ്ട ഒന്നും വേണ്ട. അപ്പം അപ്സരയും ശ്രീതും ഒക്കെ. എന്നാലും എവിടെയായിരിക്കും സാബു ചേട്ടാ? അല്ല നിങ്ങൾക്കൊക്കെ ഇത്രയും പേടിയാ നോമിനേഷൻ? അല്ല എനിക്ക് പേടിയൊന്നും, പക്ഷെ എനിക്ക് കിട്ടണമെന്നുണ്ട്. എന്തായാലും നടക്കട്ടെ. അപ്പോൾ എന്തായാലും സായി ഞാൻ ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് BB+ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.